ഗുഡ് മോർണിംഗ് ഓൾ. ഗുഡ് മോർണിംഗ് വിത്ത് പി വൈക്കുന്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അനുഷാർ കിരുനാഗപ്പള്ളി. അപ്പൊ നമ്മൾ അടുത്ത ഒരു ക്ലാസ്സിലേക്ക് വന്നിരിക്കുകയാണ്, അടുത്ത 10 ചോദ്യങ്ങളുമായിട്ട്. അപ്പൊ ആദ്യത്തെ ചോദ്യം നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതെല്ലാം? ഓരോ പ്രസ്താവനയായിട്ട് നമുക്ക് നോക്കാം. ഒന്നാമത്തെ പ്രസ്താവന, ശരിയായ പ്രസ്താവനയാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഒന്നാമത്തെ പ്രസ്താവന: ക്യാബിനറ്റ് മിഷൻ പദ്ധതി പ്രകാരമാണ് രൂപം കൊണ്ടത്. കഴിഞ്ഞ 2 ക്ലാസ്സുകളായിട്ട് നമ്മൾ ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പറയുമ്പോൾ പറഞ്ഞിട്ടുള്ളതാണ് എന്ത്? ക്യാബിനറ്റ് മിഷൻ പദ്ധതി പ്രകാരമാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപം കൊണ്ടിട്ടുള്ളത്. അപ്പൊ ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ്. ക്യാബിനറ്റ് മിഷൻ പദ്ധതി പ്രകാരമാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപം കൊണ്ടിട്ടുള്ളത്. അപ്പൊ ഓർത്തോണം, ഒരുപാട് വർഷങ്ങളായിട്ട് റിപ്പീറ്റ് ചെയ്തു വരുന്ന ഒരു പ്രസ്താവനയാണ് ക്യാബിനറ്റ് മിഷൻ പദ്ധതി പ്രകാരമാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപം കൊണ്ടിട്ടുള്ളത് എന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ പ്രസ്താവന നോക്കൂ. 3 മലയാളി വനിതകൾ പങ്കെടുത്തു. അത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ആരൊക്കെയായിരുന്നു ആ 3 വനിതകൾ? ഒന്ന് ആനി മസ്ക്രീൻ, രണ്ട് അമ്മു സ്വാമിനാഥൻ, അതുപോലെ തന്നെ ദാക്ഷായണി വേലായുധൻ. ഈ 3 മലയാളി വനിതകളാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ പങ്കെടുത്തത്. അപ്പൊ രണ്ടാമത്തെ പ്രസ്താവന ശരിയാണ്. 3 മലയാളി വനിതകൾ പങ്കെടുത്തു. ആരൊക്കെയാണ്? ആനി മസ്ക്രീൻ, അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ. മറന്നു പോകരുത്, റിപ്പീറ്റഡ് ആയിട്ടുള്ള പ്രസ്താവനയാണ്. അടുത്ത മൂന്നാമത്തെ പ്രസ്താവന നോക്കിയേ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. നമ്മൾ പറഞ്ഞു ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. എന്നാൽ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണോ? അല്ല. അപ്പം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാണ്? ഭരണഘടനാ ശില്പി അല്ലെങ്കിൽ ഭരണഘടനയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഡോക്ടർ BR അംബേദ്കർ ആണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ. അപ്പൊ മൂന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. അടുത്ത പ്രസ്താവന നോക്കിയേ. KM മുൻഷി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ ഒരു അംഗമായിരുന്നു. അത് നമ്മൾ പഠിച്ച കാര്യമാണ്. KM മുൻഷി എന്തായിരുന്നു? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ ഒരു അംഗമായിരുന്നു. നാലാമത്തെ പ്രസ്താവന ശരിയാണ്. ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 1, 2, 4 ശരിയായിട്ടുള്ള പ്രസ്താവന. ഓപ്ഷൻ ബി 1, 2, 4 ശരിയായിട്ടുള്ള പ്രസ്താവന. ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടന എന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടന. അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും ചെറുതും പഴക്കമുള്ളതുമായ ലിഖിത ഭരണഘടന ഏതാണെന്ന് ചോദിച്ചാൽ അത് അമേരിക്കൻ ഭരണഘടനയാണ്. ഓർക്കുക, ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടന ഇന്ത്യൻ ഭരണഘടന. ലോകത്തിലെ ഏറ്റവും ചെറുതും പഴക്കമുള്ളതുമായ ലിഖിത ഭരണഘടന ഏതാണെന്ന് ചോദിച്ചാൽ അത് അമേരിക്കൻ ഭരണഘടനയാണ്. ലിഖിത ഭരണഘടന നിലവിലുള്ള മറ്റ് രാജ്യങ്ങളാണ് ഓസ്ട്രേലിയ, ബ്രസീൽ, ദക്ഷിണാഫ്രിക്ക എന്നിവയെല്ലാം. അലിഖിത ഭരണഘടനയുള്ള പ്രധാന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ബ്രിട്ടൻ, ഇസ്രായേൽ, ന്യൂസിലാൻഡ് എന്നിവയാണ്. ഓക്കെ ആണല്ലോ. അങ്ങനെയെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് വരാം. നമ്മൾ എപ്പോഴും പറഞ്ഞു ക്യാബിനറ്റ് മിഷൻ പദ്ധതി പ്രകാരമാണ് ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്നത്. അങ്ങനെയെങ്കിൽ എന്താണ് ക്യാബിനറ്റ് മിഷൻ എന്ന് പറയുന്നത്? ഇന്ത്യൻ നേതാക്കളുമായിട്ട് അധികാര കൈമാറ്റ ചർച്ച നടത്തുന്നതിനായി ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ക്ലെമൻ ആറ്റ്ലി ഇന്ത്യയിലേക്ക് അയച്ച മിഷനാണ് ക്യാബിനറ്റ് മിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയ വർഷം ചോദിക്കുമല്ലോ. എന്നാ? 1946 മാർച്ച് 23. ക്യാബിനറ്റ് മിഷൻ 1946 മാർച്ച് 23 ഇന്ത്യയിലെത്തി. തുടർന്ന് 1946 മാർച്ച് 23 കറാച്ചിയിലും മാർച്ച് 24 ഡൽഹിയിലും എത്തിയെന്ന് ഓർത്തിരിക്കുക. അങ്ങനെയെങ്കിൽ ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ പഠിച്ചിരിക്കണം. ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ ആരൊക്കെയാണ്? ഒന്ന് പെത്വിക് ലോറൻസ്, രണ്ടാമത്തത് സ്റ്റാഫോർഡ് ക്രിപ്സ്, മൂന്നാമത്തെ AV അലക്സാണ്ടർ. ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ ആരൊക്കെയാണ്? പെത്വിക് ലോറൻസ്, സ്റ്റാഫോർഡ് ക്രിപ്സ്, AV അലക്സാണ്ടർ. ഈ 3 പേരാണ് ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ. അങ്ങനെയെങ്കിൽ ക്യാബിനറ്റ് മിഷന്റെ ചെയർമാൻ ആരാണ്? ക്യാബിനറ്റ് മിഷന്റെ ചെയർമാൻ പെത്വിക് ലോറൻസ് ആണ്. ക്യാബിനറ്റ് മിഷന്റെ ചെയർമാൻ ആയിരുന്ന വ്യക്തി പെത്വിക് ലോറൻസ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനം നടന്നത് നമ്മൾ പഠിച്ചതാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ സമ്മേളനം നടന്ന എന്നാണ്?
1946 ഡിസംബർ 9-നാണ്. 1946 ഡിസംബർ 9-നാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ സമ്മേളനം നടന്നത്. തിങ്കളാഴ്ച 11 മണിക്ക്. 1946 ഡിസംബർ 9 തിങ്കളാഴ്ച 11 മണിക്ക്. അങ്ങനെയെങ്കിൽ ഈ ഒരു സമ്മേളനം, ആദ്യത്തെ സമ്മേളനം അവസാനിച്ചതെന്നാണ്? 1946 ഡിസംബർ 23-നാണ്. ഡിസംബർ 9-ന് തുടങ്ങി ഡിസംബർ 23-നാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനം അവസാനിച്ചത് എന്ന് ഓർത്തിരിക്കുക. ഇനി നമുക്ക് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലേക്ക് വരാം. നമ്മൾ പഠിച്ചു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണെന്ന് ഡോക്ടർ BR അംബേദ്കർ ആണെന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നിയമിക്കപ്പെട്ട വർഷം എന്നാണ്? 1947 ഓഗസ്റ്റ് 29-നാണ്. ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്ന അല്ലെങ്കിൽ ആദ്യത്തെ സമ്മേളനം നടന്നത് 1946 ഡിസംബർ 9-നാണെങ്കിൽ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നിയമിക്കപ്പെട്ടത് എന്നാണ്? 1947 ഓഗസ്റ്റ് 29-നാണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന അംഗങ്ങളുടെ എണ്ണം 7 ആണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ BR അംബേദ്കർ ആണ്. നമ്മൾ പറഞ്ഞു ഭരണഘടനാ ശില്പി, ഭരണഘടനയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഡോക്ടർ BR അംബേദ്കർ ആണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ആദ്യ ഡ്രാഫ്റ്റ് തയ്യാറാക്കപ്പെട്ട വർഷം 1948 ഫെബ്രുവരിയിലാണ്. 1946 ഭരണഘടനാ നിർമ്മാണ സഭ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നിയമിക്കപ്പെട്ടത്. 1947 ഇന്ത്യൻ ഭരണഘടനയുടെ ആദ്യത്തെ ഡ്രാഫ്റ്റ് തയ്യാറാക്കപ്പെട്ട വർഷം 1948. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്, അല്ലെങ്കിൽ ആ ഒരു പദം കൊടുത്തത് ആരാണെന്ന് ചോദിച്ചുള്ളത് നസറുദ്ദീൻ അഹമ്മദ് ആണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് വിശേഷിപ്പിച്ച വ്യക്തി നസറുദ്ദീൻ അഹമ്മദ്. പ്രീവിയസ് ഇയർ ചോദ്യമാണ് നസറുദ്ദീൻ അഹമ്മദ്. ഓക്കെ ആണല്ലോ. അപ്പം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ പറ്റിയാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചർച്ച ചെയ്തത്. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചിരിക്കുക. അങ്ങനെയെങ്കിൽ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ നിയമനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? 1. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നത് ഗവർണർ ആണ്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ഇവിടെയും ചോദിച്ചിരിക്കുന്നത്. പ്രസ്താവന ചോദ്യമാണ്. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നത് ഗവർണർ ആണ്. ശരിയോ തെറ്റോ? ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നത് ആരാണ്? ഗവർണർ ആണ്. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നത് ഗവർണർ ആണ്. രണ്ടാമത്തെ നോക്കൂ. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. അത് തെറ്റാണ് നമുക്കറിയാം. കാരണം സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നത് ആരാണ് നമ്മൾ പറഞ്ഞു? ഗവർണർ ആണെന്ന് പറഞ്ഞു. ഇനി മൂന്നാമത്തെ നോക്കി. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറുടെ കാലാവധി 65 വയസ്സ് തികയുന്നത് വരെയോ അല്ലെങ്കിൽ പരമാവധി 5 വർഷമോ ആകുന്നു. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറുടെ കാലാവധി അല്ലെങ്കിൽ ഡ്യൂറേഷൻ ടെൻഡർ എത്ര വരെയാണ്? 65 വയസ്സ് വരെ അല്ലെങ്കിൽ 5 വർഷം വരെയാണ്. അടുത്തത് ഇന്ത്യൻ ഭരണഘടനാ അനുച്ഛേദം 243K വകുപ്പ് 1 പ്രകാരമാണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നത്. അപ്പൊ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നത് ഗവർണർ ആണെന്ന് പറഞ്ഞു. ഏത് ഭരണഘടനാ വകുപ്പ് പ്രകാരമാണ്? അനുച്ഛേദം 243K വകുപ്പ് പ്രകാരമാണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നത്. അപ്പൊ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറുടെ നിയമനവുമായി ബന്ധപ്പെട്ട 3 പ്രസ്താവനകൾ പഠിച്ചു. 1, ഇത് നിയമിക്കുന്നത് ഗവർണറാണ്. ഏത് വകുപ്പ് പ്രകാരമാണ്? 243K വകുപ്പ് 1 പ്രകാരമാണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നത്. അടുത്തത് അദ്ദേഹത്തിന്റെ കാലാവധി 65 വയസ്സ് തികയുന്നത് വരെയോ അല്ലെങ്കിൽ പരമാവധി 5 വർഷമോ ആകുന്നു. അവ ശരിയായിട്ടുള്ളത് 1, 3, 4 ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. ഇനി നോക്കാം, എന്താണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത്? പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പുകൾക്ക് മേൽനോട്ടം വഹിക്കുന്നത്. ഇത് പ്രീവിയസ് ഇയർ ചോദ്യമാണ്. പ്രീവിയസ് ഇയർ ചോദ്യങ്ങളിൽ ഒരു പ്രസ്താവന ചോദ്യമായിട്ട് വന്നിട്ടുള്ളതാണ്. പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പുകൾക്ക് മേൽനോട്ടം വഹിക്കുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അടുത്തത് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പുകളാണ്. ഒന്ന് നമ്മൾ പറഞ്ഞു 243K സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വകുപ്പാണ്. അതേപോലെയാണ് ആർട്ടിക്കിൾ 243ZA, അതും എന്താണ്? സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണറെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ്. ഇനി
ആർട്ടിക്കിൾ 243 സബ്സെക്ഷൻ 1 പാർട്ട് 15 എന്താണ് പറയുന്നത്? പഞ്ചായത്തിലേക്കുള്ള സമ്മതിദായക പട്ടിക തയ്യാറാക്കുക, തിരഞ്ഞെടുപ്പുകളുടെ മേൽനോട്ടം നിയന്ത്രണ ചുമതല വഹിക്കുക തുടങ്ങിയ സംസ്ഥാന ഗവർണറാൽ നിയമിക്കപ്പെടുന്ന സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണർ തലവനായ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനിൽ നിക്ഷിപ്തമാണ് എന്ന് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ ഒന്നുമില്ല. ഗവർണറാണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നത്. ഈ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറുടെ ചുമതല എന്തൊക്കെയാണ്? പഞ്ചായത്തിലേക്കുള്ള സമ്മതിദായക പട്ടിക തയ്യാറാക്കുക, തെരഞ്ഞെടുപ്പുകളുടെ മേൽനോട്ടം നിയന്ത്രണ ചുമതല വഹിക്കുക എന്നിവയൊക്കെയാണ്. ഈ ഒരു കാര്യത്തെ പറ്റി പരാമർശിക്കുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 243 പാർട്ട് 15. ക്ലിയർ ആയോ ഇത്രയും കാര്യങ്ങള്? അങ്ങനെയെങ്കിൽ പ്രധാന ചുമതലകൾ നമ്മൾ പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ മേൽനോട്ടം, നേതൃത്വം, നിയന്ത്രണം, മാതൃകാ പെരുമാറ്റച്ചട്ടം രൂപീകരിക്കൽ, വോട്ടർ പട്ടിക തയ്യാറാക്കൽ എന്നിവയെല്ലാം സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറുടെ ചുമതലകളാണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നത് ഗവർണറാണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നീക്കം ചെയ്യുന്നത് ഇംപീച്ച്മെന്റ് വഴി രാഷ്ട്രപതിയാണ് എന്ന് ഓർത്തിരിക്കുക. നിയമിക്കുന്നത് ഗവർണറാണ്, എന്നാൽ നീക്കം ചെയ്യുന്നത് ഇംപീച്ച്മെന്റ് വഴി രാഷ്ട്രപതിയാണ്. ഓക്കെ. അങ്ങനെയെങ്കിൽ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജി സമർപ്പിക്കുന്നത് ആർക്ക് മുമ്പാകെയാണ്? അത് ഗവർണർക്ക് മുമ്പാണ്. നിയമിക്കുന്നത് ഗവർണറാണ്, രാജിക്കത്ത് സ്വീകരിക്കുന്നതും ആരാണ്? ഗവർണറാണ്. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ കാലാവധി 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണെന്ന് ചോദിച്ചാൽ 1993 ഡിസംബർ 3-നാണ് കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നതാണ്. ഏത് അനുച്ഛേദ പ്രകാരമാണെന്ന് ചോദിച്ചാൽ 243 പ്രകാരമാണ്. ഏത് വർഷം? 1993 ഡിസംബർ 3-നാണ് കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വരുന്നത്. ഇനി കേരളത്തിലെ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരായിരുന്നു? അത് MSK രാമസ്വാമി ആയിരുന്നു. കേരളത്തിലെ ആദ്യ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ MSK രാമസ്വാമി. 1993 മുതൽ 1996 വരെയാണ് അദ്ദേഹം കേരളത്തിലെ ആദ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി ചുമതലയേറ്റത്. ഇനി രണ്ടാമത്തത് ആരാണെന്ന് ചോദിച്ചാൽ MSK രാമസ്വാമിക്ക് ശേഷം ആരാണ് കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ? MS ജോസഫ് ആയിരുന്നു. MS ജോസഫ്. ക്ലിയർ ആയല്ലോ? അപ്പം സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനെ പറ്റിയാണ് പറഞ്ഞത്. നിയമിക്കുന്നത് ഗവർണറാണ്, നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയാണ്, രാജിക്കത്ത് സമർപ്പിക്കുന്നത് ഗവർണർക്കാണ്. കാലാവധി 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് തികയുന്നത് വരെ. കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് 1993 ഡിസംബർ 3. കേരളത്തിലെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ MSK രാമസ്വാമി, രണ്ടാമത്തത് MS ജോസഫ്. പിന്നെ അദ്ദേഹത്തിന്റെയൊക്കെ പ്രധാനപ്പെട്ട ചുമതലകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു. അതെല്ലാം ഓർത്തിരിക്കുക, അനുച്ഛേദങ്ങളും ഓർത്തിരിക്കുക. ക്ലിയർ ആയല്ലോ? അങ്ങനെയെങ്കിൽ മൂന്നാമത്തെ ചോദ്യം, പ്രകാശ സംശ്ലേഷണ പ്രക്രിയയുടെ ഭാഗമായി സസ്യങ്ങൾ പുറത്തേക്ക് വിടുന്ന ഓക്സിജൻ വാതകം എന്തിന്റെ വിഘടന ഫലമായി ഉണ്ടാകുന്നതാണ്? 2023 ഒരു ചോദ്യമാണ്. പ്രകാശ സംശ്ലേഷണ പ്രക്രിയയുടെ ഭാഗമായി സസ്യങ്ങൾ പുറത്തേക്ക് വിടുന്ന ഓക്സിജൻ വാതകം എന്തിന്റെ ഫലമായിട്ടുണ്ടാകുന്നതാണ്? എന്തിന്റെ വിഘടന ഫലമായി ഉണ്ടാകുന്നതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണോ, സൾഫർ ഡൈ ഓക്സൈഡ് ആണോ, ജലമാണോ, മഗ്നീഷ്യം ഡയോക്സൈഡ് ആണോ? ഓക്സിജൻ ഉണ്ടാകുന്നത്. അപ്പൊ നമുക്ക് പ്രകാശ സംശ്ലേഷണ പ്രക്രിയ ഒന്ന് നോക്കാം. പ്രകാശ സംശ്ലേഷണ പ്രക്രിയ എന്ന് പറയുന്നത്, അതിന്റെ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെ, 6 കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും കൂടി ചേർന്ന് എന്തായിട്ട് മാറുന്നു? ഗ്ലൂക്കോസും അതേപോലെ തന്നെ ഓക്സിജനുമായിട്ട് മാറും. ഈ ഓക്സിജൻ എന്തിന്റെ വിഘടന ഫലമായി ഉണ്ടാകുന്നതാണെന്നാണ് നമ്മളോടുള്ള ചോദ്യം. എന്തിന്റെ വിഘടന ഫലമായാണ്? ഈ 6H2O അല്ലെങ്കിൽ ജലത്തിന്റെ വിഘടന ഫലമായിട്ടാണ് ഉണ്ടാകുന്നത്. അപ്പം കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും എന്തിന്റെ ഇതിലാണ്? സൺലൈറ്റിന്റെയും അതേപോലെ തന്നെ ഹരിതകത്തിന്റെയും ഇതില് എന്തായിട്ട് മാറുന്നു? ഗ്ലൂക്കോസും അതേപോലെ തന്നെ ഓക്സിജനുമായിട്ട് മാറുന്നു. അപ്പം പ്രകാശ സംശ്ലേഷണ പ്രക്രിയയുടെ ഭാഗമായി സസ്യങ്ങൾ പുറത്തേക്ക് വിടുന്ന ഓക്സിജൻ വാതകം എന്തിന്റെ വിഘടന ഫലമായാണ് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ ജലത്തിന്റെ വിഘടന ഫലമായിട്ടാണ്
ഉണ്ടാകുന്നത്. അപ്പം കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും സൺലൈറ്റിന്റെയും ഹരിതകത്തിന്റെയും പ്രസൻസിൽ ഗ്ലൂക്കോസും ഓക്സിജനുമായിട്ട് മാറുന്നു. ആ കെമിക്കൽ റിയാക്ഷൻ ഇമ്പോർട്ടന്റ് ആണ്, ഒന്ന് ഓർത്തിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇത് SCERT ടെക്സ്റ്റ് ബുക്കിലെ ഡയഗ്രാം ആണ്. പ്രകാശ സംശ്ലേഷണത്തിലൂടെ ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നു. ഈ ഗ്ലൂക്കോസ് നിർമ്മിക്കപ്പെടുന്നത് എന്തായിട്ട് മാറുന്നു? അന്നജമായിട്ട് മാറുന്നു. അന്നജം എന്തായിട്ട് മാറുന്നു? സൂക്രോസ് ആയിട്ട് മാറുന്നു. അത് ഉപാചയ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. ഉപാചയ പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ അന്നജം അറിയാം. അന്നജം ഉൾക്കൊള്ളുന്നത് എന്തിലാണ്? കിഴങ്ങു വർഗ്ഗങ്ങളിലാണ്. പ്രോട്ടീൻ പയറുവർഗ്ഗങ്ങളില്, കൊഴുപ്പ് എണ്ണക്കുരുക്കളില്, ഫ്രക്ടോസ് പഴവർഗ്ഗങ്ങളില്, സൂക്രോസ് കരിമ്പ്. അങ്ങനെ നമ്മൾ ഉപാചയ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇവ ഉപയോഗിക്കുന്നു. അപ്പൊ ഈ ഒരു ഡയഗ്രാം കൂടി ഓർത്തിരിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ മറ്റൊന്നാണ് സ്റ്റൊമാറ്റ അല്ലെങ്കിൽ ആസ്യരന്ധ്രം. എന്താണ് സ്റ്റൊമാറ്റ അല്ലെങ്കിൽ ആസ്യരന്ധ്രം എന്ന് പറയുന്നത്? നമുക്കറിയാം, സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുകയും ഓക്സിജൻ പുറത്തേക്ക് വിടുകയും ചെയ്യും, അല്ലെ? സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിച്ച് ഓക്സിജൻ അത് പുറത്തോട്ട് വിടുന്നു. ഈ വാതക വിനിമയം നടക്കുന്നത് ഇലകളിലെ ചെറിയ സുഷിരങ്ങളിലൂടെയാണ്. ഈ സുഷിരങ്ങളെയാണ് സ്റ്റൊമാറ്റകൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആസ്യരന്ധ്രം അല്ലെങ്കിൽ സ്റ്റൊമാറ്റകൾ എന്ന് പറയുന്നത്. ഇതിന്റെ മലയാളം വേർഡൂടൊന്ന് ഓർത്തിരിക്കാൻ മറന്നു പോകരുത്. സസ്യങ്ങളിൽ നിന്ന് ജലബാഷ്പം അന്തരീക്ഷത്തിലേക്ക് പോകുന്നത് ഈ സ്റ്റൊമാറ്റകൾ വഴിയാണെന്ന് ഓർത്തിരിക്കുക. ക്ലിയർ ആയോ? അപ്പം സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുകയും ഓക്സിജൻ പുറത്തേക്ക് വിടുകയും ചെയ്യുന്നു. ഈ വാതക വിനിമയം കാർബൺ ഡൈ ഓക്സൈഡ് അകത്തേക്ക് വലിക്കുകയും അതേപോലെ തന്നെ ഓക്സിജൻ പുറത്തേക്ക് വിടുകയും ചെയ്യുന്ന ഈ ഒരു വാതക വിനിമയം നടക്കുന്നത് ഏതിലൂടെയാണ്? ആസ്യരന്ധ്രം അല്ലെങ്കിൽ സ്റ്റൊമാറ്റയിലൂടെയാണ്. അങ്ങനെയെങ്കിൽ എന്താണ് ഹരിതകം എന്ന് പറയുന്നത്? നമ്മൾ പറഞ്ഞു ഹരിതകത്തിന്റെ പ്രസൻസിലാണ് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും കൂടി ചേർന്ന് ഗ്ലൂക്കോസും ഓക്സിജനുമായിട്ട് മാറുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് ക്ലോറോഫിൽ അല്ലെങ്കിൽ ഹരിതകം? സസ്യങ്ങളിൽ കാണുന്ന പച്ച നിറമുള്ള വർണ്ണകങ്ങളാണ് ഹരിതകം എന്ന് പറയുന്നത്. ഇത് ആഹാര നിർമ്മാണത്തിന് ആവശ്യമായ സൂര്യപ്രകാശത്തെ ആഗീകരണം ചെയ്യുന്നു. അപ്പം സസ്യങ്ങൾക്ക് ആഹാരം നിർമ്മിക്കാൻ ആവശ്യമുള്ള സൺലൈറ്റിനെ അല്ലെങ്കിൽ സൂര്യപ്രകാശത്തെ ആഗീകരണം ചെയ്യുന്നത് ഈ ഹരിതകമാണ്. ഹരിതകം കൂടുതലുള്ളത് എവിടെയാണ്? നമുക്കറിയാം, ഇലകളിലാണ്, അല്ലെ? പച്ച നിറത്തിൽ കാണപ്പെടുന്ന ഇലകളിലാണ്. എന്നാൽ ഇലകളിൽ മാത്രമല്ല, എവിടെയൊക്കെ ഹരിതക കണങ്ങളുണ്ടോ അവിടെയെല്ലാം എന്ത് നടക്കുന്നുണ്ട്? പ്രകാശ സംശ്ലേഷണം നടക്കുന്നുണ്ട്, ഫോട്ടോസിന്തസിസ് നടക്കുന്നുണ്ട് എന്ന് ഓർത്തിരിക്കുക. ക്ലിയർ ആയ ഇത്രയും കാര്യങ്ങൾ. അങ്ങനെയെങ്കിൽ എന്നും പറയുന്ന പോലെ തന്നെ നമ്മൾ ഇന്നത്തെ വർക്കൗട്ട് ബാച്ചിൽ പഠിക്കേണ്ടത് ഗുഡ് മോർണിംഗ് വിത്ത് PYQ രാവിലെ നമ്മൾ തരും. കൂടാതെ അതിന്റെ കൂടെ തരുന്ന വീഡിയോ ക്ലാസ്സസ്, മറ്റ് മൈക്രോ PDF നോട്ട്സ്, കറണ്ട് അഫേഴ്സ് എല്ലാ ദിവസവും കൃത്യം 9 മണിക്ക് ടെലഗ്രാമിൽ, നമ്മുടെ കോമൺ ടെലഗ്രാം ഗ്രൂപ്പിൽ, PSC ഇൻഫ്ലുവൻസറിന്റെ കോമൺ ടെലഗ്രാം ഗ്രൂപ്പിൽ നടക്കുന്ന പോൾ വർക്കൗട്ട് എക്സാംസ് കൂടി അറ്റൻഡ് ചെയ്യാം. ഇനി നമ്മുടെ വർക്കൗട്ട് ബാച്ച് എന്തിലേക്കാണെന്ന് ചോദിച്ചാൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, സെക്രട്ടേറിയറ്റ് OA, അസിസ്റ്റന്റ് സെയിൽസ്മാൻ, 10th ലെവൽ യൂണിഫോം വർക്കൗട്ട്, അതേപോലെ തന്നെ ദേവസ്വം ബോർഡ് LDCയുടെ പുതിയ ബാച്ച് നമ്മൾ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ അഡ്മിഷൻ ആവശ്യമുള്ളവര് ഈ ഒരു കാണുന്ന നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചേക്കാം. ഓക്കെ, വാട്സപ്പ് മെസ്സേജ് അയച്ചേക്കാം. അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 4ാമത്തെ ചോദ്യം ഇതാണ്: അയ്യങ്കാളിയെ ഗാന്ധിജി സന്ദർശിച്ച വർഷം. അയ്യങ്കാളിയെ ഗാന്ധിജി സന്ദർശിച്ച വർഷം. അപ്പൊ നമ്മൾക്ക് അയ്യങ്കാളി, നവോത്ഥാന നായകൻ അയ്യങ്കാളിയെ പറ്റിയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പൊയ്കയിൽ യോഹന്നാൻ അല്ലെങ്കിൽ ശ്രീകുമാര ഗുരുദേവനെ പറ്റി പഠിച്ചു. ഇവിടെ നമുക്ക് അയ്യങ്കാളിയെ പറ്റിയാണ് പഠിക്കേണ്ടത്. അയ്യങ്കാളിയെ പറ്റി നമ്മൾ പഠിക്കും, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അതിനു മുമ്പ് ഗാന്ധിജിയും കുറച്ച് നവോത്ഥാന നായകന്മാരും കണ്ടുമുട്ടിയ വർഷങ്ങളുണ്ട്. അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. ഇനി വരുന്ന ക്ലാസ്സുകളിൽ അയ്യങ്കാളിയെ പറ്റി പഠിക്കും. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ചോദ്യം അയ്യങ്കാളിയെ ഗാന്ധിജി സന്ദർശിച്ച വർഷമാണ്. ഏത് വർഷമാണ്? ഓപ്ഷൻ സി ആണ്, 1937. ഒരുപാട് കൺഫ്യൂസിങ് ആക്കാതെ അങ്ങ് പറയാം. അയ്യങ്കാളി ഗാന്ധിജിയെ സന്ദർശിച്ച വർഷം 1937. അങ്ങനെയെങ്കിൽ അയ്യങ്കാളിയെ പുലയരുടെ രാജാവെന്ന് വിശേഷിപ്പിച്ച വ്യക്തി, അയ്യങ്കാളിയെ പുലയരുടെ രാജാവെന്ന് വിശേഷിപ്പിച്ച വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അത് ഗാന്ധിജിയാണ്. ഗാന്ധിജിയാണ് അയ്യങ്കാളിയെ പുലയരുടെ രാജാവെന്ന് വിശേഷിപ്പിച്ചത്.
അപ്പം മറ്റൊന്നുണ്ട്, ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ആരാണ്? ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ഇന്ദിരാഗാന്ധിയാണ് എന്ന് ഓർത്തിരിക്കുക. ഇന്ദിരാഗാന്ധിയാണ് അയ്യങ്കാളിയെ ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് വിശേഷിപ്പിച്ചത്. അയ്യങ്കാളിയെ പുലയരുടെ രാജാവെന്ന് വിശേഷിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അത് ഗാന്ധിജിയാണ്. ആധുനിക ദളിതരുടെ പിതാവ്, അതേപോലെ കേരള സ്പാർട്ടക്കസ് എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? അയ്യങ്കാളിയാണ്. അതിനെപ്പറ്റിയൊക്കെ നമ്മൾ വരും. അപ്പൊ ഈ 2 പോയിന്റ്സ് കൂടി ഇതിന്റെ കൂടെ ഓർത്തിരിക്കാം. അയ്യങ്കാളിയെ ഗാന്ധിജി കണ്ടുമുട്ടിയ വർഷം അല്ലെങ്കിൽ സന്ദർശിച്ച വർഷം 1937. ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ഇന്ദിരാഗാന്ധിയാണ് എങ്കിൽ അയ്യങ്കാളിയെ പുലയരുടെ രാജാവെന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഗാന്ധിജിയും കണ്ടുമുട്ടലുമാണല്ലോ നമ്മൾ പഠിക്കേണ്ടത്. TK മാധവൻ ഗാന്ധിജിയെ കണ്ടുമുട്ടിയ വർഷം. തിരുനെൽവേലിയിൽ വെച്ച് TK മാധവൻ ഗാന്ധിജിയെ കണ്ടുമുട്ടിയ വർഷം 1921. 1921 പഠിച്ചു പൊയ്ക്കോളുക. തിരുനെൽവേലിയിൽ വെച്ച് TK മാധവൻ ഗാന്ധിജിയെ കണ്ടുമുട്ടിയ വർഷം 1921. നമുക്കറിയാം ഗാന്ധിജി 3 പ്രാവശ്യം കേരളത്തിൽ സന്ദർശിച്ചു അല്ലെ? അങ്ങനെയെങ്കിൽ ഗാന്ധിജി 3 പ്രാവശ്യം സന്ദർശിച്ച കേരളത്തിലെ ഏക ആശ്രമം ഏതാണെന്ന് ചോദിച്ചാൽ അത് ശബരി ആശ്രമമാണ്. 1925, 27, 34. 25, 27, 34 എന്നീ വർഷങ്ങളിൽ ഗാന്ധിജി 3 പ്രാവശ്യം സന്ദർശിച്ച കേരളത്തിലെ ഏക ആശ്രമം ശബരി ആശ്രമമാണ്. ഈ ശബരി ആശ്രമം സ്ഥാപിച്ചത് ആരാണ് ചോദിച്ചാൽ TR കൃഷ്ണസ്വാമി അയ്യറാണ്. ശബരി ആശ്രമം സ്ഥാപിച്ചത് TR കൃഷ്ണസ്വാമി അയ്യർ. TR കൃഷ്ണസ്വാമി അയ്യറാണ് ഈ ശബരി ആശ്രമം സ്ഥാപിച്ചത്. അപ്പൊ നമ്മൾ പറഞ്ഞ എന്താണ്? ഒന്ന്, TK മാധവൻ ഗാന്ധിജിയെ കണ്ടുമുട്ടിയ വർഷം 1921 തിരുനെൽവേലിയിൽ വെച്ചാണ്. ഗാന്ധിജി 3 പ്രാവശ്യം കേരളത്തിൽ എത്തിയത് 3 പ്രാവശ്യം അല്ല, ഗാന്ധിജി 3 പ്രാവശ്യം സന്ദർശിച്ച കേരളത്തിലെ ഏക ആശ്രമം. 5 തവണ വന്നിട്ടുണ്ടെങ്കിലും 3 പ്രാവശ്യം സന്ദർശിച്ച കേരളത്തിലെ ഏക ആശ്രമം ഏതാണ്? അത് ശബരി ആശ്രമമാണ്. 1925, 27, 34 സമയങ്ങളിലാണ്. അങ്ങനെയെങ്കിൽ ശബരി ആശ്രമം സ്ഥാപിച്ചത് ആരാണെന്നൊരു ചോദ്യം വന്നാൽ TR കൃഷ്ണസ്വാമി അയ്യറാണ്. അടുത്തത്, ഗാന്ധിജി തിരുവിതാംകൂർ ഭരണാധികാരിയായ സേതുലക്ഷ്മി ഭായിയെ സന്ദർശിച്ച വർഷം. ഗാന്ധിജി തിരുവിതാംകൂർ ഭരണാധികാരിയായ സേതു ലക്ഷ്മി ഭായിയെ സന്ദർശിച്ച വർഷം 1925. ശബരി ആശ്രമത്തിലും 1925 സന്ദർശനം നടത്തിയിട്ടുണ്ട്. തിരുവിതാംകൂർ ഭരണാധികാരി സേതു ലക്ഷ്മി ഭായിയെ സന്ദർശിച്ചതും 1925. ശ്രീനാരായണ ഗുരുവും ഗാന്ധിജിയും തമ്മിൽ ശിവഗിരിയിൽ വെച്ച് കണ്ടുമുട്ടിയ വർഷം 1925. ഓർക്കാലോ, കേരളത്തിൽ വന്ന സമയമാണ് 1925. ദക്ഷിണേന്ത്യൻ പര്യടനത്തോടനുബന്ധിച്ച് ഗാന്ധിജി കേരളം സന്ദർശിപ്പിച്ചപ്പോൾ വള്ളത്തോൾ നാരായണ മേനോനെ കണ്ടുമുട്ടിയ വർഷം. അപ്പം ഗാന്ധിജിയും വള്ളത്തോൾ നാരായണ മേനോനും തമ്മിൽ കണ്ടുമുട്ടിയ വർഷം 1927. ആനന്ദ തീർത്ഥൻ ഗാന്ധിജിയെ സന്ദർശിച്ച വർഷം 1928. ആനന്ദ തീർത്ഥൻ ഗാന്ധിജിയെ സന്ദർശിച്ച വർഷം 1928. അങ്ങനെയെങ്കിൽ ആനന്ദ തീർത്ഥൻ സ്ഥാപിച്ച പയ്യന്നൂരിലെ ശ്രീനാരായണ വിദ്യാലയം ഗാന്ധിജി സന്ദർശിച്ചത് ഏത് വർഷമാണ്? 1934. ആനന്ദ തീർത്ഥൻ ഗാന്ധിജിയെ കണ്ടുമുട്ടിയത് അല്ലെങ്കിൽ സന്ദർശിച്ചത് 1928. അതുപോലെ തന്നെ ആനന്ദ തീർത്ഥൻ സ്ഥാപിച്ച പയ്യന്നൂരിലെ ശ്രീനാരായണ വിദ്യാലയം ഗാന്ധിജി സന്ദർശിച്ചത് 1934. ഹരിജൻ ധനസമാഹരണത്തിനായി ഗാന്ധിജി കേരളത്തിലേക്ക് വന്ന വർഷം. നമുക്കറിയാം ഹരിജൻ സമാഹാരത്തിന്റെ ഭാഗമായാണ് കൗമുദി ടീച്ചർ തന്റെ സ്വർണ്ണാഭരണങ്ങൾ ഗാന്ധിജിക്ക് അഴിച്ചു നൽകിയത്. അതേത് വർഷമാണ്? 1934. 1934. അപ്പൊ ഹരിജൻ ധനസമാഹരണത്തിനായി ഗാന്ധിജി കേരളത്തിലേക്ക് വന്ന വർഷം ഏതാണെന്ന് ചോദിച്ചാൽ അത് എന്നാണ്? 1934 എന്ന് ഓർത്തിരിക്കുക. ക്ലിയർ ആയല്ലോ? അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 5ാമത്തെ ചോദ്യം, രാജാ രവിവർമ്മയുടെ സൃഷ്ടി അല്ലാത്തതേത്? വീണമീട്ടുന്ന സ്ത്രീ, ഹംസവും ദമയന്തിയും, ഉമയുടെ തപസ്യ, വിശ്വാമിത്രനും മേനകയും.
വീണമീട്ടുന്ന സ്ത്രീ, ഹംസവും ദമയന്തിയും, വിശ്വാമിത്രനും മേനകയും എല്ലാം ആരുടെയാണ്? രാജാ രവിവർമ്മയുടെ സൃഷ്ടിയാണ്. അപ്പം രാജാ രവിവർമ്മയുടെ സൃഷ്ടി അല്ലാത്തത് ഏതാണ്? ഉമയുടെ തപസ്യാണ്. ഉമയുടെ തപസ്യ ആരുടെയാണ്? നന്ദലാൽ ബോസിന്റെയാണ്. നന്ദലാൽ ബോസിന്റെയാണ് ഉമയുടെ തപസ്യ. രാജാ രവിവർമ്മയുടെ സൃഷ്ടികളാണ്, രചനകളാണ് വീണമീട്ടുന്ന സ്ത്രീ, ഹംസവും ദമയന്തിയും, വിശ്വാമിത്രനും മേനകയും. നമുക്കറിയാം ആധുനിക ഇന്ത്യൻ ചിത്രകലയുടെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത്, ആധുനിക ഇന്ത്യൻ ചിത്രകലയുടെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് രാജാ രവിവർമ്മയാണ്. രാജാ രവിവർമ്മയെ വിശേഷിപ്പിക്കുന്ന മറ്റു പേരുകളാണ് ചിത്രമെഴുത്തുകോയി തമ്പുരാൻ, ചിത്രകാരന്മാർക്കിടയിലെ രാജകുമാരൻ, രാജകുമാരന്മാർക്കിടയിലെ ചിത്രകാരൻ എന്നിങ്ങനെ എല്ലാം അറിയപ്പെടുന്നത് ആരാണ്? അത് രാജാ രവിവർമ്മയാണ്. അപ്പൊ ആധുനിക ഇന്ത്യൻ ചിത്രകലയുടെ സ്ഥാപകൻ രാജാ രവിവർമ്മ, ചിത്രമെഴുത്തുകോയി തമ്പുരാൻ, രാജകുമാരന്മാർക്കിടയിലെ ചിത്രകാരൻ, ചിത്രകാരന്മാർക്കിടയിലെ രാജകുമാരൻ എന്നിങ്ങനെ എല്ലാം വിശേഷിപ്പിക്കുന്നത് രാജാ രവിവർമ്മയാണ്. ഇനി അദ്ദേഹത്തിന്റെ പ്രധാന ചിത്രങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞു ഹംസവും ദമയന്തിയും, വിശ്വാമിത്രനും മേനകയും, അതുപോലെ തന്നെ മറ്റൊന്ന് വീണമീട്ടുന്ന സ്ത്രീ, ഇതെല്ലാം അദ്ദേഹത്തിന്റെയാണ്. കൂടാതെ മുല്ലപ്പൂ ചൂടിയ മലയാളി പെൺകുടി, സേതുബന്ധനം, ഹംസ ദമയന്തി, അർജുനനും സുഭദ്രയും, ലക്ഷ്മി, ഉദയ്പൂർ കൊട്ടാരം, ശ്രീകൃഷ്ണനും യശോദയും, ജിപ്സികൾ, മലബാർ സുന്ദരി, സീതാ സ്വയംവരം, വിരാട രാജധാനിയിലെ ദ്രൗപദി, അച്ഛനിതാ വരുന്നു, വിശ്വാമിത്രനും മേനകയും തുടങ്ങിയ അനേകം ചിത്രങ്ങൾ ഇനിയുമുണ്ട്. ഒട്ടനവധി ചിത്രങ്ങൾ അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ചിത്രങ്ങളാണെന്ന് ഓർത്തിരിക്കുക. അപ്പൊ ഈ ചിത്രങ്ങളൊക്കെ ഒന്ന് ഓർത്തിരുന്നോളുക. അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം, ആറാമത്തെ ചോദ്യം, the performance of a supercomputer is commonly measured in. The performance of a supercomputer is commonly measured in. എങ്ങനെയാണ് മെഷേർഡ് ചെയ്യുന്നത്? ഒരു സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പെർഫോമൻസ് എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്? MBPS, MIPS, FLOPS, ഫ്ലോപ്സ്, നൺ ഓഫ് ദ എബോവ്. ഏതാണ്? ഓപ്ഷൻ സി ആണ് ഫ്ലോപ്സ് അല്ലെങ്കിൽ FLOPS എന്നാണ് മെഷർ ചെയ്യുന്ന ഒരു സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പ്രോഗ്രാം മെഷർ ചെയ്യുന്നത് ഫ്ലോപ്സ് എന്നാണ്. അതിസങ്കീർണമായ ജോലികൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന അതിവേഗവും മികച്ച പ്രോസസ്സിംഗ് ശേഷിയുമുള്ള ഒരു കമ്പ്യൂട്ടറാണ് സൂപ്പർ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം സൂപ്പർ കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോഴേ അറിയാം എന്താണ്? ഏറ്റവും പാടുള്ള ജോലികൾ അല്ലെങ്കിൽ അതിസങ്കീർണമായ ജോലികൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വേഗത്തിലുള്ളതും മികച്ച പ്രോസസ്സിംഗ് ശേഷിയുമായിട്ടുള്ള കമ്പ്യൂട്ടറാണ് സൂപ്പർ കമ്പ്യൂട്ടർ. ഈ സൂപ്പർ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് തന്മാത്രാ വിശകലനം, ബഹിരാകാശ ഗവേഷണം, അണുപരീക്ഷണം, കാലാവസ്ഥാ പ്രവചനം എന്നീ മേഖലകളിലെല്ലാം ഉപയോഗിക്കുന്നത് സൂപ്പർ കമ്പ്യൂട്ടർ ആണ്. സൂപ്പർ കമ്പ്യൂട്ടർ ആദ്യമായി നിലവിൽ വരുന്നത് 1960കളിലാണ്. അങ്ങനെയെങ്കിൽ സൂപ്പർ കമ്പ്യൂട്ടർ ആദ്യമായിട്ട് വിപണിയിൽ എത്തിച്ച കമ്പനി ഏതാണെന്ന് ചോദിച്ചാൽ അത് കൺട്രോൾ ഡേറ്റ കോർപ്പറേഷൻ ആണ്. സൂപ്പർ കമ്പ്യൂട്ടർ ആദ്യമായിട്ട് വിപണിയിൽ എത്തിച്ച കമ്പനി കൺട്രോൾ ഡേറ്റ കോർപ്പറേഷൻ. സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്, ഇത് രണ്ടും ഓർത്തിരുന്നോളുക. സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് സീമോർ ക്രേ ആണ്. ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വിജയ് പി ഫഡ്കർ ആണ്. രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കാമല്ലോ. സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവ് ആരാണ്? സീമോർ ക്രേ ആണ്. ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവ് ആരാണ്? അത് വിജയ് പി ഫഡ്കർ ആണ്. വിജയ് പി ഫഡ്കർ. ഇന്ത്യയുടെ പ്രധാനപ്പെട്ട സൂപ്പർ കമ്പ്യൂട്ടർ ആണ് ഏക, പരം, പത്മ, കബ്രു, ബ്ലൂജിൻ ഓർ എൽ എന്നിങ്ങനെയെല്ലാം. ഇവയെല്ലാം ഇന്ത്യയുടെ പ്രധാനപ്പെട്ട സൂപ്പർ കമ്പ്യൂട്ടർ ആണ്. പരമ്പരയിലെ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ മുഖ്യ ശില്പിയാണ് വിജയ് പി ഫഡ്കർ. നമുക്കറിയാം ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വിജയ് പി ഫഡ്കർ ആണ് പരമ്പരയിലെ സൂപ്പർ കമ്പ്യൂട്ടറുകളുടെ മുഖ്യ ശില്പി. ഇനി ISRO 2011 വികസിപ്പിച്ചെടുത്ത സൂപ്പർ കമ്പ്യൂട്ടർ ഉണ്ട്. അതെന്താണ്? സാഗ 220 ആണ്. സാഗ 220 ആണ് എന്ത്? ISRO 2011 വികസിപ്പിച്ചെടുത്ത സൂപ്പർ കമ്പ്യൂട്ടർ. ഇതിന്റെ പൂർണ്ണരൂപം, സാഗ 220യുടെ പൂർണ്ണരൂപം പ്രീവിയസ് ഇയർ ആണ്, ഓർത്തിരുന്നോളുക. സൂപ്പർ കമ്പ്യൂട്ടർ ഫോർ എയറോസ്പേസ് വിത്ത് GPU ആർക്കിടെക്ചർ ടെറ 220 ഫ്ലോപ്സ്
ഓക്കെ, ഇതാണ് സാഗ 220യുടെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ പൂർണ്ണ രൂപം എന്ന് പറയുന്നത്. ഈ സാഗ 220 സ്ഥാപിച്ചിരിക്കുന്നത് എവിടെയാണ്? തിരുവനന്തപുരത്തെ വിക്രം സാരാഭായ് സ്പേസ് സെന്ററിലാണ്. ഇനി മറ്റൊന്നാണ് ബാർക്ക്. ബാർക്ക് വികസിപ്പിച്ചെടുത്ത സൂപ്പർ കമ്പ്യൂട്ടർ ആണ് അനുപം. ബാർക്ക് വികസിപ്പിച്ചെടുത്ത സൂപ്പർ കമ്പ്യൂട്ടർ അനുപമാണ്. ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടർ ഐരാവതാണ്. റിസർച്ച് അനലിറ്റിക്സ് ആൻഡ് നോളജ് അസിമിലിനേഷൻ. ഇതാണ് ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടർ. ഐരാവതിന്റെ എക്സ്പാൻഡഡ് ഫോം ആണ് നമ്മളിപ്പം പറഞ്ഞത്. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടർ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഐരാവതാണെന്ന് ഓർത്തിരുന്നോളുക. ഐരാവതിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉബുണ്ടു ആണ്. ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയത് നമ്മൾ പറഞ്ഞു ഐരാവതാണ്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ രണ്ടാമത്തെ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണെന്ന് ചോദിച്ചാൽ അത് പരംസിദ്ധിയാണ്. പരംസിദ്ധി AI ആണ് ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ രണ്ടാമത്തെ സൂപ്പർ കമ്പ്യൂട്ടർ. ഇന്ത്യയുടെ ആദ്യത്തെ മൾട്ടി പെറ്റാഫ്ലോപ്പ് സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണെന്ന് ചോദിച്ചാൽ അത് പ്രത്യുഷ് ആണ്. പ്രത്യുഷ്. ഇനി മറ്റൊന്നാണ് വേഗതയുടെ അളവുകൾ. ഇത് പ്രീവിയസ് ഇയർ ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. കമ്പ്യൂട്ടറിന്റെ അളവുകളാണ്. കമ്പ്യൂട്ടറിന്റെ വേഗതയുടെ അളവ് നമ്മൾ പറയുന്നത് MIPS അല്ലെങ്കിൽ മില്യൺ ഇൻസ്ട്രക്ഷൻ പെർ സെക്കൻഡ് എന്നതാണ്. ഇനി പ്രിന്റർ ആണെങ്കിലോ നമുക്കറിയാം, പ്രിന്റർ ആകുമ്പോൾ പേജസ് പെർ മിനിറ്റ് ആണ്. മൗസ് ആണെങ്കിൽ മിക്കീസ് പെർ സെക്കൻഡ് ആണ്. മോഡം ആണെങ്കിൽ ബിറ്റ്സ് പെർ സെക്കൻഡ് ആണ്. അപ്പം ഇതാണ് വേഗതയുടെ ഈ ഓരോന്നിന്റെയും കമ്പ്യൂട്ടറിന്റെ വേഗതയുടെ അളവ് മില്യൺ ഇൻസ്ട്രക്ഷൻസ് പെർ സെക്കൻഡ്. പ്രിന്റർ ആണെങ്കിൽ പേജസ് പെർ മിനിറ്റ്. മൗസ് ആണെങ്കിൽ മിക്കീസ് പെർ സെക്കൻഡ്. മോഡം ആണെങ്കിൽ ബിറ്റ്സ് പെർ സെക്കൻഡ്. ഓക്കെ, അടുത്ത ചോദ്യം. ഇന്ത്യയിൽ ആദ്യമായി വിവരാവകാശ നിയമം നടപ്പിലാക്കിയ സംസ്ഥാനം. ഇന്ത്യയിൽ ആദ്യമായിട്ട് വിവരാവകാശ നിയമം നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? ഓപ്ഷൻ സി രാജസ്ഥാനാണ്. ഇത് കൺഫ്യൂസിംഗ് ആയിട്ട് വരാം, ഓർത്തിരുന്നോളുക. ഇന്ത്യയിൽ ആദ്യമായിട്ട് വിവരാവകാശം നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് രാജസ്ഥാനാണ്. 2005 വിവരാവകാശ നിയമം ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനം രാജസ്ഥാൻ. എന്നാൽ വിവരാവകാശ നിയമം ആദ്യമായി നിലവിൽ വന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് തമിഴ്നാടാണ്. അപ്പൊ ഇത് രണ്ടും കൂടെ തിരിഞ്ഞു പോകരുത്. 2005 വിവരാവകാശ നിയമം ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനം രാജസ്ഥാൻ ആണെങ്കിൽ വിവരാവകാശ നിയമം ആദ്യമായി നിലവിൽ വന്ന സംസ്ഥാനം തമിഴ്നാടാണ്. നമുക്കറിയാം, വിവരാവകാശ നിയമം പാസ്സാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് തമിഴ്നാട്. ഏത് വർഷമാണ്? 1997 അതിനുശേഷം 1997 ഗോവ, 2000 രാജസ്ഥാൻ, 2000 തന്നെ കർണാടക, ഡൽഹി, മഹാരാഷ്ട്ര, അസം, മധ്യപ്രദേശ്, ജമ്മു ആൻഡ് കാശ്മീർ എന്നിവിടങ്ങളിലും വിവരാവകാശ നിയമം പാസ്സാക്കി. ഇനി ലോകത്തിൽ ആദ്യമായിട്ട് വിവരാവകാശ നിയമം പാസ്സാക്കിയ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് സ്വീഡനാണ്. അപ്പൊ ഇതിനകത്ത് 3 കാര്യങ്ങളാണ് ഓർത്തിരിക്കേണ്ടത്. ഒന്ന്, ലോകത്തിൽ ആദ്യമായി വിവരാവകാശ നിയമം പാസ്സാക്കിയ രാജ്യം സ്വീഡന്. വിവരാവകാശ നിയമം ആദ്യമായിട്ട് നിലവിൽ വന്ന സംസ്ഥാനം തമിഴ്നാട്. 2005 വിവരാവകാശ നിയമം ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനം രാജസ്ഥാൻ. നടപ്പിലാക്കിയത് രാജസ്ഥാനാണ്, നിലവിൽ വന്നത് തമിഴ്നാട്ടിലാണ്. ലോകത്തിലാണെങ്കിൽ അത് സ്വീഡനിലാണ്. തമിഴ്നാടിന് പുറമേ ഉള്ള സംസ്ഥാനങ്ങളോടൊന്ന് ഓർത്തിരിക്കുക. ഗോവ, രാജസ്ഥാൻ, കർണാടക, ഡൽഹി, മഹാരാഷ്ട്ര, അസം, മധ്യപ്രദേശ്, ജമ്മു ആൻഡ് കാശ്മീർ. 2004 ജമ്മു ആൻഡ് കാശ്മീരിലും ഈ വിവരാവകാശ നിയമം നിലവിൽ വന്നു. ഓക്കെ, അടുത്ത ചോദ്യം. ഉട്ടോപ്യ എന്ന ശൈലി സൂചിപ്പിക്കുന്ന ആശയം എന്ത്? മലയാളത്തിൽ ഒരു ചോദ്യമാണ്. ഉട്ടോപ്യ എന്ന ശൈലി സൂചിപ്പിക്കുന്നത്. ഉട്ടോപ്യ എന്ന ശൈലി സൂചിപ്പിക്കുന്ന എന്താണ്? ദുർഘടമായ സ്ഥലം, പ്രായോഗികമല്ലാത്തത്, ആശങ്കയുണ്ടാക്കുന്നത്, ദുരിതപൂർണമായ ഭാവനാലോകം. എന്താണ്? ഓപ്ഷൻ ബി ആണ് പ്രായോഗികമല്ലാത്തത്. ഉട്ടോപ്യ എന്ന ശൈലി സൂചിപ്പിക്കുന്ന ആശയം എന്താണെന്ന് ചോദിച്ചത് പ്രായോഗികമല്ലാത്തത് എന്നതാണ്. ഉട്ടോപ്യ പ്രായോഗികമല്ലാത്തത്. അങ്ങനെയെങ്കിൽ നമുക്ക് കുറച്ച് ശൈലി നോക്കാം. കടവടുപ്പിക്കുക എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. എന്താ? ഒരു സ്ഥലത്തെത്തിക്കുക. അപ്പം കടവടുപ്പിക്കുക എന്ന ശൈലി ഒരു സ്ഥലത്ത് എത്തിക്കുക അല്ലെങ്കിൽ ഒരു സ്ഥാനത്ത് എത്തിക്കുക. കടവടുപ്പിക്കുക, ഒരു സ്ഥാനത്ത് എത്തിക്കുക. കൊച്ചി കണ്ടവൻ അച്ചി വേണ്ട, കൊച്ചിയുടെ മാഹാത്മ്യമാണ്. വെള്ളത്തിലെഴുതുക. വെള്ളത്തിലെഴുതിയാൽ എന്തെങ്കിലും ഫലമുണ്ടോ? ഇല്ല. അപ്പം ഫലമില്ലാതെ പ്രവർത്തിക്കുക. വെള്ളത്തിലെഴുതുക, ഫലമില്ലാതെ പ്രവർത്തിക്കുക.
ഏറ്റുപാടുക. ഏറ്റുപാടുക എന്ത് എന്നൊരു ശൈലി ഉണ്ട്. ഏതാ? ശിങ്കിടി പാടുക. ശിങ്കിടി പാടുക എന്ന് പറയുന്നത് എന്താണ്? ഏറ്റുപാടുക. ഏറവെള്ളം എറുമ്പിന് സമുദ്രം. എറവെള്ളം എറുമ്പിന് സമുദ്രം എന്ന് പറയുന്നത് അല്പവസ്തുക്കളും നിസാരന്മാർക്ക് വലുതായി തോന്നും. അല്പവസ്തുക്കളും നിസാരന്മാർക്ക് വലുതായി തോന്നും. ധനാശി പാടുക എപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ്, മിക്കവാറും എല്ലാം കണ്ടിട്ടുള്ളതാണ്. ധനാശി പാടുക. ധനാശി പാടുക എന്ന് പറയുന്നത് എന്താണ്? അവസാനിപ്പിക്കുക. ധനാശി പാടുക, അവസാനിപ്പിക്കുക. ശതകം ചൊല്ലിക്കുക. ശതകം ചൊല്ലിക്കുക എന്ന് വെച്ചാൽ കഷ്ടപ്പെടുത്തുക. ശതകം ചൊല്ലിക്കുക, കഷ്ടപ്പെടുത്തുക. അപ്പൊ നമ്മൾ കുറച്ച് ശൈലികളെ പറഞ്ഞോളൂ. ഇനി വരും ക്ലാസ്സിൽ നമ്മൾ കൂടുതൽ പഠിക്കും. ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്ന് ചാലിയം കോട്ട തിരിച്ചുപിടിക്കാൻ സാമൂതിരിയെ സഹായിച്ചത് ആര്? പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്ന് ചാലിയം കോട്ട തിരിച്ചുപിടിക്കാൻ സാമൂതിരിയെ സഹായിച്ചത് ആരാണ്? കുഞ്ഞാലി മരയ്ക്കാർ മൂന്നാമനാണ്. കുഞ്ഞാലി മരയ്ക്കാർ മൂന്നാമനാണ് പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്ന് ചാലിയം കോട്ട തിരിച്ചുപിടിക്കാൻ സാമൂതിരിമാരെ സഹായിച്ചത്. കുഞ്ഞാലി മരയ്ക്കാർമാർ എന്ന് പറയുന്നത് കോഴിക്കോട് ഭരണം നടത്തിയിരുന്ന സാമൂതിരിമാരുടെ നാവികപ്പടയുടെ തലവന്മാരാണ്. കോഴിക്കോട് ഭരണം നടത്തിയിരുന്ന സാമൂതിരിമാരുടെ നാവികപ്പടയുടെ തലവന്മാരാണ് കുഞ്ഞാലി മരയ്ക്കാർമാർ. കുഞ്ഞാലി മരയ്ക്കാർമാരുടെ ആസ്ഥാനം വടകരയ്ക്കടുത്തുള്ള പുതുപ്പണത്തെ മരയ്ക്കാർ കോട്ടയാണ്. കോഴിക്കോട് മരയ്ക്കാർ കോട്ടയാണ്. പോർച്ചുഗീസുകാർക്കെതിരെ കുഞ്ഞാലി മരയ്ക്കാർമാർ സ്വീകരിച്ച യുദ്ധമുറ ഗറില്ല യുദ്ധമുറ അല്ലെങ്കിൽ ഒളിപ്പോരാണ്. ഗറില്ല യുദ്ധമുറയാണ് പോർച്ചുഗീസുകാർക്കെതിരെ കുഞ്ഞാലി മരയ്ക്കാർമാർ സ്വീകരിച്ച യുദ്ധമുറ. ഇനി ചാലിയം കോട്ട തകർത്തത് ആരാണെന്ന് ചോദിച്ചാൽ നമ്മൾ പഠിച്ചു, കുഞ്ഞാലി മരയ്ക്കാർ മൂന്നാമനാണ്. ഇന്ത്യൻ സമുദ്രങ്ങളുടെ അധിനായകൻ, മുസ്ലിങ്ങളുടെ രാജാവ് എന്നിങ്ങനെ അറിയപ്പെടുന്നത് കുഞ്ഞാലി മരയ്ക്കാർ നാലാമനാണ്. ഇന്ത്യൻ സമുദ്രങ്ങളുടെ അധിപൻ, മുസ്ലിങ്ങളുടെ രാജാവ് എന്നിങ്ങനെ അറിയപ്പെടുന്ന എന്നീ ബിരുദം സ്വീകരിച്ചത് കുഞ്ഞാലി മരയ്ക്കാർ നാലാമനാണ്. ചാലിയം കോട്ട തിരിച്ചുപിടിച്ച വർഷം ഏതാണ്? 1571 പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്ന് സാമൂതിരിക്ക് ചാലിയം കോട്ട പിടിച്ചെടുത്ത് കൊടുത്തത് കുഞ്ഞാലി മരയ്ക്കാർ മൂന്നാമൻ. ഏത് വർഷം? 1571. ചാലിയം കോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഖാസി മുഹമ്മദ് എഴുതിയ അറബി കാവ്യം, പ്രീവിയസ് ഇയർ ചോദ്യമാണ്, ഏതാണ്? ഫത്ഹുൽ മുബീൻ ആണ്. വ്യക്തമായ വിജയം. ചാലിയം കോട്ട വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഖാസി മുഹമ്മദ് എഴുതിയ അറബി കാവ്യമാണ് ഫത്ഹുൽ മുബീൻ. ഫത്ഹുൽ മുബീൻ. അടുത്ത 10ാമത്തെ ചോദ്യം, അവസാനത്തെ ചോദ്യം, ഭൂമിയുടെ വൻകര ഭൂവൽക്കത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ധാതുക്കൾ. ഭൂമിയുടെ വൻകര ഭൂവൽക്കത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ധാതുക്കൾ ഏതൊക്കെയാണ്? അലൂമിനിയം, മഗ്നീഷ്യം, സിലിക്ക, മഗ്നീഷ്യം, സിലിക്ക, അലൂമിനിയം, സിലിക്ക. നമുക്ക് അതിലേക്ക് വരാം. നമുക്ക് ഈ ഭൂവൽക്കം എന്താണെന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് ആ ഉത്തരത്തിലേക്ക് വരാം. എന്താണ് ഈ ഭൂവൽക്കം എന്ന് പറയുന്നത്? ഭൂകമ്പ തരംഗങ്ങളുടെ വിശകലനത്തിന്റെ അടിസ്ഥാനത്തിൽ ഭൂമിയുടെ ഉള്ളറയെ വ്യത്യസ്ത പാളികളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. എന്തിന്റെ അടിസ്ഥാനത്തിലാ? ഭൂകമ്പ തരംഗങ്ങളുടെ വിശകലനത്തിന്റെ അടിസ്ഥാനത്തിൽ. ഭൂകമ്പ തരംഗങ്ങളുടെ വിശകലനത്തിന്റെ അടിസ്ഥാനത്തിൽ ഭൂമിയുടെ ഉള്ളറയെ വ്യത്യസ്ത പാളികളായി തിരിച്ചു. അതിലൊന്നാണ് ഭൂവൽക്കം അല്ലെങ്കിൽ ക്രസ്റ്റ്. രണ്ടാമത്തത് മാന്റിൽ. മൂന്നാമത്തെ പുറം കാമ്പ് അല്ലെങ്കിൽ ഔട്ടർ കോർ. നാലാമത്തെ അകക്കാമ്പ് അല്ലെങ്കിൽ ഇന്നർ കോർ. നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ പച്ച കളറാണ് എന്ത്? ക്രസ്റ്റ് എന്ന് പറയുന്നത്. മാന്റിൽ, അടുത്തത് ഔട്ടർ കോർ, അടുത്ത ഇന്നർ കോർ. ക്ലിയർ ആയല്ലോ? അപ്പം ഭൂവൽക്കം അല്ലെങ്കിൽ ക്രസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഭൂകമ്പ തരംഗങ്ങളുടെ വിശകലനത്തിന്റെ അടിസ്ഥാനത്തിൽ ഭൂമിയുടെ ഉള്ളറയെ തിരിച്ചിരിക്കുന്ന ഒരു പാളിയാണ് ഭൂവൽക്കം എന്ന് പറയുന്നത്. ഭൂമിയുടെ താരതമ്യേന നേർത്ത പുറംതോട്, നമുക്ക് കാണുമ്പോഴേ അറിയാം അല്ലെ, ഇച്ചിരിയേ ഉള്ളൂ. ആ ഒരു നേർത്ത പുറംതോടാണ് ക്രസ്റ്റ് അല്ലെങ്കിൽ ഭൂവൽക്കം എന്ന് പറയുന്നത്. ഭൂമിയുടെ താരതമ്യേന നേർത്ത പുറംതോടാണ് ഈ ഭൂവൽക്കം എന്ന് പറയുന്നത്. ബാഹ്യ സിലിക്കേറ്റ് മണ്ഡലം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഭൂവൽക്കമാണ്. ബാഹ്യ സിലിക്കേറ്റ് മണ്ഡലം എന്നറിയപ്പെടുന്നത് ഭൂവൽക്കമാണ്. ഭൂവൽക്കത്തിന്റെ ഏകദേശ കനം 40 കിലോമീറ്റർ ആണ്. ഭൂവൽക്കത്തിന്റെ ഏകദേശ കനമാണ് നമ്മൾ പറയുന്നത്. ഇനി ഈ ഭൂവൽക്കത്തിന് 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് വൻകര ഭൂവൽക്കം, രണ്ടാമത്തത് സമുദ്ര ഭൂവൽക്കം. വൻകര ഭൂവൽക്കം, സമുദ്ര ഭൂവൽക്കം. നമുക്ക് ഇങ്ങോട്ട് പറയാം.
ഈ വൻകര ഭൂവൽക്കവും അടുത്തത് എന്താണ്, സമുദ്ര ഭൂവൽക്കവുമാണല്ലോ നമ്മൾ പറയുന്നത്. ഇതിനെ നമുക്ക് രണ്ടായിട്ട് അങ്ങ് കമ്പയർ ചെയ്യാം. വൻകര ഭൂവൽക്കത്തിന്റെ കനം എന്ന് പറയുന്നത് സമുദ്ര ഭൂവൽക്കത്തെക്കാൾ എന്താണ്, കൂടുതലാണ്. അപ്പൊ കനം എന്ന് പറയുന്നത് കൂടുതലാണ്. എന്തിന്, വൻകര ഭൂവൽക്കത്തിന്. വൻകര ഭൂവൽക്കത്തിന് കനം കൂടുതലാണ്, സമുദ്ര ഭൂവൽക്കത്തിനോ കുറവാണ്. അങ്ങനെയെങ്കിൽ ഏകദേശം 30 കിലോമീറ്റർ ആണ് വൻകര ഭൂവൽക്കത്തിന്റെ കനം. ഇവിടെ എന്ന് പറയുന്നത് 5 കിലോമീറ്റർ ഉള്ളൂ. ഏകദേശം 5 കിലോമീറ്റർ ആണ് സമുദ്ര ഭൂവൽക്കത്തിന്റെ കനം എന്ന് പറയുന്നത്. അപ്പം കനം വൻകര ഭൂവൽക്കത്തിന് കൂടുതലാണ്, സമുദ്ര ഭൂവൽക്കത്തിന് കുറവാണ്. വൻകര ഭൂവൽക്കത്തിൽ എത്ര ഉണ്ട്, 30 കിലോമീറ്റർ ഉണ്ട്. സമുദ്ര ഭൂവൽക്കത്തിന് 5 കിലോമീറ്റർ ഉള്ളൂ. ഇനി സാന്ദ്രത എടുത്തു നോക്കുകയാണെങ്കിലോ, സാന്ദ്രത നോക്കുകയാണെങ്കിൽ എന്തിനാണ് കുറവ്, വൻകര ഭൂവൽക്കത്തിന് കുറവാണ്. സാന്ദ്രത വൻകര ഭൂവൽക്കത്തിന് കുറവാണ്. സമുദ്ര ഭൂവൽക്കത്തിന് അപ്പോൾ എന്തായിരിക്കും, കൂടുതലായിരിക്കും. സാന്ദ്രത വൻകര ഭൂവൽക്കത്തിന് കുറവാണ്, സമുദ്ര ഭൂവൽക്കത്തിന് കൂടുതലാണ്. അപ്പൊ വൻകര ഭൂവൽക്കത്തിന് എത്രയായിരിക്കും, 2.7 ഗ്രാം ഘന സെന്റിമീറ്റർ ആണ്. സമുദ്ര ഭൂവൽക്കത്തിന്റെ സാന്ദ്രത എന്ന് പറയുന്നത് 3 ഗ്രാം പെർ ഘനം സെന്റിമീറ്റർ ആണ് എന്ന് ഓർത്തിരിക്കാം. അപ്പൊ രണ്ട് കാര്യങ്ങളെ പറഞ്ഞുള്ളൂ, വൻകര ഭൂവൽക്കം, സമുദ്ര ഭൂവൽക്കം. അതിനകത്ത് കനം കൂടുതൽ വൻകര ഭൂവൽക്കത്തിനാണ്, കുറവ് സമുദ്ര ഭൂവൽക്കത്തിനാണ്. നേരെ തിരിച്ചാണ് സാന്ദ്രത പറയുമ്പോൾ, സാന്ദ്രത കുറവ് വൻകര ഭൂവൽക്കത്തിനാണ്, സമുദ്ര ഭൂവൽക്കത്തിന് കൂടുതലാണ്. ഈ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന ധാതുക്കൾ നോക്കണം. ഈ വൻകര ഭൂവൽക്കത്തിൽ അടങ്ങിയിരിക്കുന്ന ധാതുക്കൾ, അതാണ് ഇവിടെ ഇമ്പോർട്ടന്റ്. ഏതാണെന്ന് അറിയാമോ, സിലിക്കയും അലൂമിനിയവുമാണ്. സിലിക്കയും അലൂമിനിയവുമാണ് വൻകര ഭൂവൽക്കത്തിൽ അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് അറിയപ്പെടുന്നത് സിയാൽ എന്നാണ്. സിയാൽ എന്നറിയപ്പെടുന്നത് വൻകര ഭൂവൽക്കം. അതിൽ അടങ്ങിയിരിക്കുന്ന ധാതുക്കൾ ഏതൊക്കെയാണ്, സിലിക്കയും അലൂമിനിയവുമാണ്. അപ്പൊ അതിനെ അറിയപ്പെടുന്നത് സിയാൽ എന്നാണ്. സിയാൽ എന്നറിയപ്പെടുന്നു. അപ്പൊ സമുദ്രമോ, സിലിക്കയും മഗ്നീഷ്യവുമാണ് സമുദ്ര ഭൂവൽക്കത്തിലുള്ളത്. സിലിക്കയും മഗ്നീഷ്യം. അപ്പം ഇത് സീമ എന്നറിയപ്പെടുന്നു. സീമ എന്നറിയപ്പെടുന്നത് എന്താണ്, സമുദ്ര ഭൂവൽക്കമാണ്. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് ആ ഉത്തരം ഒന്ന് കണ്ടെത്താം. നോക്കി, ഇവിടുത്തെ ചോദ്യം, ഭൂമിയുടെ വൻകര ഭൂവൽക്കത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ധാതുക്കൾ അലൂമിനിയവും മഗ്നീഷ്യവുമാണോ? അല്ല. സിലിക്കയും ഇരുമ്പുമാണോ? അല്ല. മഗ്നീഷ്യം സിലിക്കയുമാണോ? അല്ല. അലൂമിനിയം സിലിക്കയുമാണോ? ആണല്ലേ. അപ്പം ഈ ഭൂമിയുടെ വൻകര ഭൂവൽക്കത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ധാതുക്കൾ ഏതാണ്, അലൂമിനിയം സിലിക്കയാണ്. അപ്പൊ സമുദ്ര ഭൂവൽക്കത്തിലോ അലൂമിനിയം മഗ്നീഷ്യവുമാണ് എന്ന് ഓർത്തിരിക്കുക. സിലിക്കയും മഗ്നീഷ്യവുമാണ് സമുദ്ര ഭൂവൽക്കത്തിൽ. സിലിക്കയും മഗ്നീഷ്യം, അലൂമിനിയം മഗ്നീഷ്യം അല്ല, സിലിക്കയും മഗ്നീഷ്യവുമാണ് സമുദ്ര ഭൂവൽക്കത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രധാനപ്പെട്ട ധാതുക്കൾ. വൻകര ഭൂവൽക്കത്തിൽ അടങ്ങിയിരിക്കുന്നത് സിലിക്കയും അലൂമിനിയവുമാണ്. അപ്പൊ ഭൂവൽക്കത്തിന്റെ രണ്ട് ഭാഗങ്ങൾ പറഞ്ഞു, വൻകര ഭൂവൽക്കം, സമുദ്ര ഭൂവൽക്കം. ഒന്നുകൂടെ പറയാം, വൻകര ഭൂവൽക്കത്തിന് കനം എന്തായിരിക്കും, കൂടുതലായിരിക്കും, സമുദ്രത്തിൽ അത് കുറവായിരിക്കും. ഇനി സാന്ദ്രത നോക്കുകയാണെങ്കിൽ വൻകര ഭൂവൽക്കത്തിൽ കുറവായിരിക്കും, സമുദ്ര ഭൂവൽക്കത്തിൽ കൂടുതലായിരിക്കും. ഇനി അതിനകത്ത് ധാതുക്കൾ പറഞ്ഞു കഴിഞ്ഞാൽ വൻകര ഭൂവൽക്കത്തിൽ എന്തൊക്കെയാണ്, സിലിക്കയും അലൂമിനിയവുമാണ്. സമുദ്ര ഭൂവൽക്കത്തിൽ എന്താണ്, സിലിക്കയും മഗ്നീഷ്യവുമാണ്. സിയാലും സീമയും. സിയാൽ, സീമ, അങ്ങനെ ഓർത്താൽ മതി. ഓക്കെ, സിയാൽ, സീമ. ഇനി സിയാൽ എന്ന് പറയുന്നത് എന്താണ്, സിലിക്ക, അലൂമിന എന്നീ ധാതുക്കൾ മുഖ്യമായും അടങ്ങിയിരിക്കുന്നതിനാൽ വൻകര ഭൂവൽക്കത്തെ അറിയപ്പെടുന്നത്, വൻകര ഭാഗത്തിന്റെ മുകൾത്തട്ട് അറിയപ്പെടുന്നതാണ് സിയാൽ എന്നത്. ഇനി സിയാലിന് തൊട്ടു താഴെയായി സിലിക്ക, മഗ്നീഷ്യം എന്നീ ധാതുക്കൾ മുഖ്യമായും അടങ്ങിയിരിക്കുന്നതിനാൽ സമുദ്ര ഭൂവൽക്കം അറിയപ്പെടുന്നതാണ് സീമ. അപ്പം സിയാലും സീമയും ഓർത്തിരിക്കുക. ഇത് രണ്ടും പ്രീവിയസ് ഇയർ ചോദ്യമാണ്, റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ളതാണ്, ഓർത്തിരുന്നോളുക. ഓക്കെ ആണ് ഇത്രയും കാര്യങ്ങൾ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. എല്ലാവരും കൃത്യമായിട്ട് ക്ലാസ് കാണുക, പഠിക്കുക. ശേഷം 9 മണിക്ക് നമ്മുടെ പബ്ലിക് ചാനൽ, PSC ഇൻഫ്ലുവൻസർ പബ്ലിക് ചാനലിൽ ഇടുന്ന പോൾ വർക്കൗട്ട് എക്സാംസ് അറ്റൻഡ് ചെയ്യുക. ഓക്കെ, അപ്പം എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.